ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ നമഃ. നമസ്കാരം പ്രിയരെ, ലളിതം സഹസ്രകത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 10ാമത്തെ ശ്ലോകത്തോടുകൂടെ നമുക്ക് ആരംഭിക്കാം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ് ഭഗവത്ഗീതായാഃ സാംഖ്യയോഗോ നാമ്നേ ദ്വിതീയോऽധ്യായേ ദശമഃ ശ്ലോകഃ. തമുവാച ഹൃഷീകേശഃ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വചഃ. രണ്ട് സേനകൾക്കിടയിലും വിഷണ്ണനായിട്ട് നിൽക്കുന്ന അർജുനനെ കണ്ടപ്പോൾ തൂമന്ദഹാസം പൊഴിച്ചുകൊണ്ട് എന്ന വണ്ണം ഹൃഷീകേശനായ ഭഗവാൻ ഇങ്ങനെ അരുളി ചെയ്തു: ഹേ ഭരതവംശജ. അർജുനനെ ഭരതവംശജ എന്ന് വിളിച്ചുകൊണ്ട് കൃഷ്ണൻ്റെ ഗീതോപദേശം ആരംഭിക്കുകയാണ്. അടുത്ത ശ്ലോകം മുതൽ നാമത്തിലേക്ക് പോകാം. നാമം 454. ലോലാക്ഷി കാമരൂപിണി. ലോലമായ അക്ഷികളാൽ കാമത്തിൻ്റെ രൂപമായിട്ടുള്ള ശക്തിയെ ലോലാക്ഷി കാമരൂപിണി എന്ന് വിശേഷിപ്പിക്കുന്നു. ലോലം എന്നാൽ അസ്ഥിരമായത്, ചഞ്ചലമായത്, മനക്ഷോഭം വരുത്തുന്നത്, വ്യഗ്രതയുള്ളത്, ആകാംക്ഷയുള്ള, തുള്ളിക്കൊണ്ടിരിക്കുന്ന എന്നൊക്കെ അർത്ഥങ്ങളാണ്. അക്ഷിയും കാമവും രൂപവുമെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇവിടെ രണ്ടു നാമങ്ങളാണ് ഒന്ന് ചേർന്നിരിക്കുന്നത്: ലോലാക്ഷിയും കാമരൂപിണിയും. കാമരൂപങ്ങളോട് തൻ്റെ അക്ഷികളെ ലോലമാക്കിയിട്ടുള്ളവളാണ് പരാശക്തി. ഈ പ്രപഞ്ചത്തിൽ ഏതൊന്നിനെ നോക്കുമ്പോഴും അതെല്ലാം കാമരൂപം തന്നെയാണ്. കാരണം എല്ലാം ശക്തിയുടെ തന്നെ സൃഷ്ടിയായതുകൊണ്ട് തന്നെ. തൻ്റെ കുഞ്ഞുങ്ങളോട് ലോലമായ അക്ഷികളാണ് അമ്മമാർക്കുള്ളത് എന്ന് അനുമാനിക്കാം. കൂടാതെ ഇളകുന്ന കണ്ണുകളിൽ വീര്യം നിറച്ച ഭാവം കൂടെയാണ് ശക്തി. കണ്ണുകളാലുള്ള സംജ്ഞ നിസ്സാരമേ അല്ല, അല്ലേ? അതിലൂടെ വാത്സല്യവും ശാസനയും അനസ്യൂതം ഒഴുക്കിവിടാം. മറ്റൊരു തലത്തിലൂടെ ഇളകുന്ന കണ്ണുകളാൽ ഈ പ്രപഞ്ചത്തിലെ ഓരോ അണുവിനെയും ആനന്ദത്തോടെ വീക്ഷിക്കുന്ന അനാദിയായ കാലത്തെ എടുക്കാം. അതാണ് ലോല എന്ന വാക്കിന് തുള്ളിക്കൊണ്ടിരിക്കുന്ന എന്നൊരർത്ഥം പറഞ്ഞത്. അന്നേരം എല്ലാം കാണുന്ന മൂകസാക്ഷിയെ തന്നെയാണ് നമ്മുടെ നാമം ദ്യോതിപ്പിക്കുന്നത്. ഇനി ലോലമായ ആത്മാക്കളിൽ കാമരൂപിണിയാണ് പ്രകൃതി എന്ന് നോക്കാം. ഈ കണ്ണീർ പുല്ലുകളെ പരിചയം ഉണ്ടാവുമല്ലോ, അല്ലേ? മഴ പെയ്യുമ്പോൾ വേലിക്കിലൊക്കെ ഉണ്ടാവും ഒരു ചെറിയൊരു കമ്പ് പോലുള്ള പുല്ലുകൾ. അതിൻ്റെ മുകളിൽ മഴമുത്തുകൾ ഇങ്ങനെ പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും. ആ കണ്ണീർ പുല്ലുകൾ എത്ര ഭംഗിയായിട്ടാണ് തന്നിലേക്ക് വന്നു ചേരുന്ന മഴമുത്തുകളെ വൈഡൂര്യങ്ങളായിട്ട് ഉറപ്പിച്ച് നിർത്തുന്നത്, ഇല്ലേ? തൻ്റെ ലോലമായ നാരിൽ അത് മഴത്തുള്ളിയെ സ്നേഹപാശത്താൽ ബന്ധിപ്പിക്കുകയാണ്. നിൽക്കുവാൻ ഒരു പ്രതലം പോലും ഇല്ലെങ്കിലും പുൽനാരിൻ്റെ സ്നേഹത്താൽ മഴത്തുള്ളി ഉള്ള സ്ഥലത്ത് സംതൃപ്തി അടയുകയാണ്. അത് നോക്കി നിൽക്കുന്ന സൂര്യൻ പോലും അവയെ അടർത്തി മാറ്റുവാൻ മടിക്കുകയാണോ എന്ന് തോന്നിപ്പോകാറുണ്ട്. ഇതൊരു ഭാവനയിലൂടെ പറയുകയാണ് കേട്ടോ. സാധാരണ കണ്ണീർ പുല്ലുകളെ വീക്ഷിക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നാറ്. പ്രഭാവിതനായിട്ടുള്ള സൂര്യനെ പോലും സ്വാധീനിക്കുവാൻ കഴിവുള്ള കണ്ണീർ പുല്ലുകൾ അപ്പോൾ ലോലാക്ഷന്മാർ തന്നെയാണ്. ഒരു ചെറിയ ഉദാഹരണം ഇങ്ങനെയൊരു ഭാവനയിലൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഈ പ്രകൃതിയിൽ ഓരോന്ന് എടുക്കുകയാണെങ്കിലും അവയിലെല്ലാം കാമരൂപങ്ങൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കുവാനാകും. അത് പക്ഷേ കാണുന്ന കണ്ണുകളിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. ഇനി ബ്രഹ്മത്തിൽ ഊന്നിക്കൊണ്ട് ഈ അർത്ഥത്തെ വിന്യസിപ്പിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് വരുന്നത്. അതായത് പരബ്രഹ്മത്തിൻ്റെ ചലനാത്മകതയിലേക്ക്. കാ എന്നത് ബ്രഹ്മത്തിൻ്റെ പ്രതീകമാണ് എന്ന് മുന്നേ പറഞ്ഞിരുന്നു. ആമം എന്നതിന് പാകമാവാത്തത്, നഗ്നമായത്, മൃദുവായത് എന്നീ അർത്ഥങ്ങളാണ്. അപ്പോൾ ചലനാത്മകമായിട്ടുള്ള, വളരെയധികം സചേതനമായിട്ടുള്ള ബ്രഹ്മം എന്ന അർത്ഥം തന്നെയാണ് ചോദിക്കുന്നത്. അതാണ് ജീവരൂപങ്ങളായിട്ട് ഈ പ്രപഞ്ചത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ശരീരത്തിൻ്റെ അധിപതിയായ ബ്രഹ്മത്തോട് സദാ
കാമരൂപിയായി വർത്തിക്കുകയാണ് ശരീരം. ഇതിൻ്റെ ഭക്തിയാർത്ഥത്തിലാണ് എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്ന അക്ഷികളാൽ മഹാദേവനോട് സദാ കാമരൂപിണിയായിട്ടിരിക്കുന്ന ജഗന്മാതാവിനെ വർണ്ണിക്കുന്നത്. തേജോവതി എന്ന നാമം ഒന്ന് ഓർത്തു നോക്കൂ. അതിൽ ശരീരത്തിൽ എന്തൊക്കെയാണോ ദ്രവരൂപത്തിലുള്ളത് അതെല്ലാം ജലതത്വമാണ് എന്ന് പറഞ്ഞിരുന്നു. ജലം സ്വതേ ലോലാക്ഷിയാണ്, അല്ലെ, എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് കാമരൂപിണിയായിക്കൊണ്ട് ശരീരത്തിൻ്റെ ഓരോ അണുവിലും സഞ്ചരിച്ചുകൊണ്ട് ശരീരത്തിനെ പരിപോഷിപ്പിക്കുവാൻ ജലത്തിന് സാധിക്കുന്നത്. ജലമില്ലാത്ത ജീവനെക്കുറിച്ച് ചിന്തിക്കുവാൻ തന്നെ സാധ്യമല്ല. പല ഗ്രഹങ്ങളിലും ജലസാന്നിധ്യമില്ലാത്തത് മൂലമാണ് ജീവൻ്റെ കണികകളൊന്നും ദൃശ്യമാകാത്തതും. ലൗകികാർത്ഥം നോക്കുമ്പോഴോ ആകാംക്ഷയോടെ തൻ്റെ മക്കളെ വീക്ഷിക്കുന്ന, അവരുടെ ആഗ്രഹങ്ങളെ പരിപാലിക്കുന്ന അമ്മഭാവങ്ങളെ എടുക്കാം. ശിശുക്കളുടെ ഏത് കാമങ്ങൾ പൂർത്തീകരിക്കുവാനും വളരെയധികം ഉത്സുകരാണ് അവരുടെ മാതാക്കൾ. ഈ നാമത്തിന് ഇത്രയും വ്യാഖ്യാനം മതിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാമത്തിലെ ചിന്ത കാമരൂപിയായിട്ടുള്ള പ്രകൃതിയെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം. കാരണം നമ്മുടെ ദേവി എന്നത് ഈ പ്രകൃതി തന്നെയാണ്. അങ്ങനെയുള്ള ദേവിയെ നാം നമ്മുടെ ഐച്ഛിക രൂപത്തിലേക്ക് ആവാഹിച്ച് സങ്കല്പിച്ച് അതിലൂടെ വിഭാവനം ചെയ്യുകയാണ്. അങ്ങനെയുള്ള കാമരൂപിയായ ഈ പ്രകൃതിയെ തന്നെ വീക്ഷിച്ചുകൊണ്ടായിരിക്കണം നാമത്തിന് പൂർണ്ണതയുണ്ടാകേണ്ടത്. നമസ്കാര ശബ്ദം ലോലാക്ഷി കാമരൂപിണ്യേ നമഃ. നന്ദി, നമസ്കാരം. സർവം ജഗദംബാർപ്പണമസ്തു. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വരി.